പണ്ടൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾക്ക് മീഡിയ പേഴ്സണൽസിന്റെ ഇടിയായിരുന്നു. പക്ഷേ ഇപ്പൊ കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ല. ആളൊഴിഞ്ഞ പൂരപ്പുറം പോലെയാണ് ഓരോ പ്രസ് കോൺഫറൻസ് ഹാളുകളും നമ്മൾ കാണുന്നത്. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ചെന്നൈയിൻ എഫ് സിക്കെതിരെയാണ് നേരിടാൻ പോകുന്നത്. ചെന്നൈയിൻ എഫ് സിക്കെതിരെയുള്ള മത്സരത്തിന് മുന്നേ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ ഡേവിഡ് കാറ്റാല വന്നത്. നേരത്തെ മത്സരം തുടങ്ങുന്നതിന് മുമ്പേ അണ്ണൻ തോൽവി സമ്മതിച്ചുകൊണ്ടായിരുന്നു പ്രസ് കോൺഫറൻസിൽ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇപ്പോഴും അതിനകത്ത് കാര്യമായിട്ടുള്ള മാറ്റങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോണിൽ ചെറുതായിട്ടൊരു മാറ്റമുണ്ട്. അണ്ണൻ കാര്യങ്ങളെ വളച്ചു പറയുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളി ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് കുറച്ച് ഒഫൻസീവായിട്ടായിരിക്കും, ആക്രമണാത്മക ഫുട്ബോൾ ആയിരിക്കും കാഴ്ചവെക്കുക എന്നാണ് പറയുന്നത്. അതിനോടൊപ്പം മറ്റൊന്നു കൂടി എണ്ണം ചേർത്ത് വെക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആക്രമണാത്മക ഫുട്ബോളിലേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിൽ അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. നമ്മൾ പ്രതിരോധത്തെയും ശക്തിപ്പെടുത്തേണ്ടതാണ് എന്ന് പുള്ളി പറയുമ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിഴലിക്കുന്നുണ്ട്. സ്ട്രൈക്കറായിട്ടുള്ള വിക്ടർ ബോത്തമിയ കൂടി ഇന്ന് പ്രസ് കോൺഫറൻസിന് വന്നിട്ടുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്ക് ചെന്നൈയിൻ എഫ് സിക്കെതിരെയുള്ള മത്സരത്തിൽ സ്ട്രോങ് ആവും. പക്ഷേ പ്രതിരോധ നിരയുടെ ദൗർബല്യത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു വിരുദ്ധാഭിപ്രായമാണുള്ളത്. പിന്നെ ഓരോ താരങ്ങളും മത്സരത്തിന് ശേഷം വളരെയധികം പുഷ് ചെയ്ത് മുന്നിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. താരങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓരോ മത്സരത്തിലും ഞങ്ങൾ ഇമ്പ്രൂവ്ഡ് ആകും എന്നൊക്കെയുള്ള എല്ലാ പരിശീലകന്മാരുടെയും ക്ലീശയുണ്ട്. ആകെ ഇതിനകത്ത് എടുത്തു പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് മറ്റൊരു സൈഡ് കൂടിയുണ്ട്. അതേസമയം പ്രതിരോധം കൂടി സെറ്റാക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ഡിഫൻസിൻ്റെ കാര്യത്തിൽ പുള്ളിക്ക് അത്ര ഉറപ്പില്ല എന്ന് വേണം മനസ്സിലാക്കാൻ.